ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തമായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. This is the words of Paul. ഇത് പൗലോസിന്റെ വാക്കുകളാണ്. He is telling, this is the faithful saying and worthy of all acceptance, that Christ Jesus came into the world to save sinners, of whom I am chief. അതിന് പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. He's telling, Paul was saying, Christ Jesus came into the world to save sinners. In the sinners, I am the chief sinner. പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാപികളെ രക്ഷിക്കാനായിട്ട് വേണ്ടിയാണ്. ആ പാപികളിൽ ഒന്നാമനാണ് ഞാൻ, അല്ലെങ്കിൽ ആ പാപികളിൽ പ്രധാനിയാണ് ഞാൻ. So before he accepting Jesus as Lord, as Savior in his life, he was a rugged person. പൗലോസ് യേശു കർത്താവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിന് മുന്നേ അദ്ദേഹം വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. Let us see how cruel he was. അവൻ എപ്രകാരം ക്രൂരതയുള്ള ഒരു വ്യക്തിയായിരുന്നു നമുക്ക് നോക്കാം. Turn to Acts chapter അപ്പോസ്തല പ്രവൃത്തി 7 verse 58. 7:58. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 58-ാം വാക്യം. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. Here they are killing one person. The person's dress was handed over to the person called Saul. ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വ്യക്തിയെ അവിടെ അവർ കൊല്ലുവാനിടയായി. ആ കൊന്ന വ്യക്തിയുടെ വസ്ത്രം പൗലോസിന്റെ കാൽ കീഴിൽ വെക്കുന്നു. See, they are stoning and killing the person. He was seeing and enjoying on that. അവിടെ ഒരു വ്യക്തിയെ കൊല്ലുമ്പോഴും കല്ലെറിയുമ്പോഴും വളരെ സന്തോഷത്തോടെ കാണുന്ന പൗലോസിനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. Second, we saw in chapter 8 verse 3. രണ്ടാമത്തെ ഭാഗം പൗലോസ് എപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണിക്കുന്ന രണ്ടാമത്തെ ഭാഗം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം verse 3. 3-ാമത്തെ വാക്യം. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. See, he made a walk of the church, entering every house and dragging of men and women, committing them to prison. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശൗല് വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. See, those who are believing on the Lord Jesus Christ, he could not able to accept that people, so he voluntarily entering every house and capturing them and put them into the prison. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ആരൊക്കെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ടും അല്ലെങ്കിൽ യേശു കർത്താവിനെ സ്വീകരിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തികളുണ്ടോ, ആ വ്യക്തികളെ കണ്ടുപിടിക്കുകയും അവരുടെ വീടുകളിൽ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും കൊല്ലുക എന്ന ഒരു ജോലിയായിരുന്നു ഈ പൗലോസിന് ഉണ്ടായിരുന്നത്. And also he very much enjoying on that. ആ ഒരു പ്രവൃത്തിയിൽ വളരെയേറെ സന്തോഷിക്കപ്പെട്ടവനാണ് പൗലോസ്. Because he has a desire for the Old Testament law. He has so much desire for that. കാരണം ആ പഴയ നിയമത്തിന്റെ നിയമങ്ങളിൽ അത്രത്തോളം വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അത്രത്തോളം വളരെ ശ്രദ്ധയോടുകൂടെ അനുസരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. He could not able to digest what God has done for the mankind. എന്താണ് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളതിനെ അത് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ പോലും കഴിയാത്ത വണ്ണം പഴയ നിയമത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയായിരുന്നു. He is so much enthusiasm and also so much desire for the Old Testament law. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന് വേണ്ടി വളരെ ആഗ്രഹത്തോടും വളരെ തീഷ്ണതയോടും കൂടെ നിന്നൊരു വ്യക്തിയായിരുന്നു പൗലോസ്. But now his life
was going to change. എന്നാൽ ഇപ്പോ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം സംഭവിക്കുകയാണ്. Let us read on Acts chapter 9 verse 1 onwards. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിത് കാണാനായിട്ട് കഴിയും. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരം വാങ്ങി. See, you voluntarily going to meet the chief priest and collecting letters to arrest those who are worshiping the Lord Jesus Christ. പൗലോസ് അവിടെ ചെയ്തത് ഇതാണ്. പൗലോസ് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിന്റെ ശിഷ്യന്മാരെ കൊല്ലേണ്ടതിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ മഹാപുരോഹിതനിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങിക്കുവാനായിട്ട് ഇടയായി. We know that Damascus is his own city. നമുക്കറിയാം ഈ ഡെമസ്കോസ് എന്ന് പറയുന്നത് പൗലോസിന്റെ സ്വന്തം സ്ഥലമാണ്. So you want to capture those who are believing the Lord Jesus Christ. They all want to put in the jail. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടി ജയിലിലോട്ട് അടയ്ക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയിൽ വളരെ തീക്ഷ്ണതയായിരുന്നു ശൗലിനുണ്ടായിരുന്നത്. That's what it says in verse 2. He asked letters from him to the synagogues of Damascus, so that if he found any who were of the way, whether men or women, he might bring them bound to Jerusalem. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഡെമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. So on the way his journey, he came near Damascus, and suddenly a light shone around him from heaven. എന്നാൽ അവൻ അതിനുവേണ്ടി യാത്ര ചെയ്ത് ഡെമസ്കോസിന് സമീപം എത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. Verse 4 says, he fell down to the ground and heard a voice saying to him, Saul, Saul, why are you persecuting me? അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. Let me hold here, let me ask you. He literally persecuted the Lord? ഞാൻ ആ വാക്യം അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ ശൗല് യേശു കർത്താവിനെ നേരിട്ട് പീഡിപ്പിക്കുകയായിരുന്നു? No. അല്ല. He persecuted the church believers. അവൻ പീഡിപ്പിച്ചത് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെയായിരുന്നു പീഡിപ്പിച്ചത്. But here he heard a sound, why are you persecuting me? എന്നാൽ അവൻ കേട്ട ശബ്ദം ഇങ്ങനെയാണ്, എന്തിനാണ് നീ എന്നെ പീഡിപ്പിക്കുന്നത്? Literally we saw he never persecuted Lord. He persecuted those who believed on the Lord Jesus Christ. ഒരിക്കലും ശൗലു യേശു കർത്താവിനെ ഉപദ്രവിച്ചില്ല. എന്നാൽ ശൗൽ ഉപദ്രവിച്ചത് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെയായിരുന്നു ഉപദ്രവിച്ചിരുന്നത്. So here God was asking to Saul, why are you persecuting me? എന്നാൽ ദൈവം ശൗലിനോട് ചോദിക്കുന്നത്, നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? Now the Saul was asking to the Lord. ഇപ്പൊ ശൗല് തിരിച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്. And he said, who are you, Lord? നീ ആരാകുന്നു കർത്താവേ? Then the Lord said, കർത്താവ് പറയുകയാണ്, I am Jesus whom you are persecuting. It is hard for you to kick against the goats. അഞ്ചാമത്തെ വാക്യം, നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. See here, the Saul was asked God, who are you, Lord? The Lord said, I am Jesus whom you are persecuting. ശൗൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. See here we saw he persecuted the church believers, but God saying, you persecuted me only, not them. ഇവിടെ ശൗല് ഉപദ്രവിച്ചത് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെയാണ് ഉപദ്രവിച്ചതെങ്കിലും ദൈവം പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഉപദ്രവിച്ചത് എന്നെയാണ്. Because the word of God says, those one who touch you, he is touching the
apple of the eye, the God's apple of the eye. കാരണം ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിലെ കൺമണിയെ തൊടുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. So the Saul was persecuted the church believers, but God take it as he persecuted me. ശൗല് ആ വിശ്വാസികളെ അല്ലെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ചപ്പോൾ ദൈവം അത് തന്നെ സ്വയം ഉപദ്രവിക്കുന്നതായിട്ട് അത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി. So now the Saul, trembling and astonished, said, Lord, what do you want me to do? Verse 6, it says, with trembling and astonished said, Lord, what do you want me to do? അവിടെ ശൗല് ഭയന്നുകൊണ്ട് ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Then the Lord replied to him, arise and go into the city, and you will be told what you must do. അവിടെ കർത്താവ് ഇപ്രകാരമാണ് പറഞ്ഞത്, നീ എഴുന്നേറ്റ് ഞാൻ കാണിക്കുന്ന പട്ടണത്തിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. See, now God had a visitation to Saul. Now the Saul life was changed. ഇപ്പൊ യേശു കർത്താവ് ശൗലിനെ സന്ദർശിച്ചപ്പോൾ ശൗലിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാനായിട്ടിടയായി. For what reason? എന്ത് കാരണം കൊണ്ടാണ് ശൗലിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്? Because he's going to proclaim the Lord Jesus came to this world for the sinners. He's going to proclaim the Lord Jesus came to this world for the sinners, for the mankind. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് ശൗല് അത് സകല മനുഷ്യരോടും പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. When we read down, we saw verse 15. But the Lord said to him, go, for he is a chosen vessel of mine to bear my name before Gentiles, kings, and the children of Israel. For I will show him how many things he must suffer for my name's sake. ഇവിടെ പൗലോസിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നത് എങ്ങനെയാണ്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. Amen. So now he became a child of God. ഇപ്പോ ആ പൗലോസ് യേശു കർത്താവിന്റെ പൈതലായിട്ട് മാറിക്കഴിഞ്ഞു. Saul became a Paul and became a child of God. ആ ശൗൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ പൗലോസായി മാറ്റി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റി. So he is going to proclaim the Christ Jesus came to this world for the sinners. അതിനുശേഷം ശൗലിന്റെ ജീവിതം മാറ്റിയതിനു ശേഷം യേശു കർത്താവാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് പ്രഖ്യാപിക്കാൻ തക്കോണം ദൈവം ശൗലിനെ ഉപയോഗിച്ചു. See, when we come to Acts chapter 26, he was proclaiming before the kings how he was saved. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ രാജാക്കന്മാരുടെ മുമ്പിലും പൗലോസ് പറയാണ് യേശു കർത്താവ് ആര് എന്നുള്ള കാര്യം പറയുന്നു. Let us see Acts chapter 26. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിലേക്ക് വരാം. Shortly we will read in the chapter 26 chapter verse 9 to 12. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നസ്രാനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു, സത്യം. അത് ഞാൻ യെരൂശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി വെച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ വിതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു.
നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാകുവാൻ ഇരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. Now in proclaiming before the kings how he was saved by God. ഇപ്പൊ പൗലോസ് രാജാവിനോട് പറയാണ് എങ്ങനെയാണ് താൻ ഈ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായതെന്ന്. How the life before he got saved. അവൻ ഈ ക്രിസ്തുവിന്റെ രക്ഷ അറിയുന്നതിന് മുൻപ് തന്റെ ജീവിതം എപ്രകാരമാണെന്ന് പൗലോസ് രാജാവിനോട് പറയുവാനിടയായി. Because he knows he was a chief sinner. കാരണം അദ്ദേഹത്തെ പൗലോസിന് അറിയാം താൻ പാപികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന് പൗലോസിന് അറിയാം. But one day he met the Lord Jesus Christ. എന്നാൽ ഒരു ദിവസം അദ്ദേഹം യേശു കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി. Because the God himself revealed to him to Paul. യേശു കർത്താവ് തന്നെ അദ്ദേഹത്തിന് സ്വയമായി വെളിപ്പെടുവാനായിട്ട് ഇടയായി. Because he was persecuting the church, because of that God intervened before Saul. ശൗല് ദൈവസഭയെ അല്ലെങ്കിൽ കർത്താവിനെയും കർത്താവിന്റെ ജനത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ശൗലിന് പ്രത്യക്ഷനായി. ആമേൻ. Now we come to chapter 1 Timothy 15 and 16. Now we read. ഇനി നമുക്ക് ആദ്യം നമ്മൾ വായിച്ച 1 തിമോത്തി 1:15-16 വാക്യങ്ങളിലേക്ക് വരാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. Once again he is telling, he wrote a letter to the Timothy. ഒരിക്കൽ കൂടെ പൗലോസ് ഇവിടെ തിമോത്തിയോസിന് എഴുതുന്ന ഒരു ലെറ്റർ ആണ്. So again he was telling to the Timothy, Christ Jesus came to the world to save sinners. അദ്ദേഹം തിമോത്തിയോസിന് എഴുതുകയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലെറ്ററിൽ എഴുതുന്നു. And also adding to that is telling, I am the chief sinner. അതിന്റെ കൂടെ തന്നെ പൗലോസ് തിമോത്തിയോസിന്റെ അടുത്ത് പറയാണ് ആ പാപികളിൽ ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. Because he knows once before he got saved how much he troubled God and the church. കാരണം പൗലോസിന് തന്നെ അറിയാം താൻ യേശു കർത്താവിനെ അറിയുന്ന അല്ലെങ്കിൽ യേശു കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നതിന് മുമ്പ് താൻ എത്രത്തോളം ഈ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. That's why he write in verse 13. അതുകൊണ്ടാണ് പൗലോസ് 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, although I was formerly a blasphemer, a persecutor and an insolent man, but obtained mercy because I did it ignorantly in unbelief. മുമ്പ് ഞാൻ ദൈവദൂഷകനും പീഡകനും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു, കാരണം അവിശ്വാസിയും അജ്ഞനുമായിട്ടാണ് ഇവ ഞാൻ പ്രവർത്തിച്ചിരുന്നത്. Because I obtained mercy because I did it ignorantly in unbelief. അവിടെ പൗലോസ് പറയാണ് എനിക്ക് കരുണ ലഭിച്ചു കാരണം ഞാൻ ഇതെല്ലാം ചെയ്തത് അല്ലെങ്കിൽ യേശുവിനെ അറിയാതിരിക്കുമ്പോഴും അജ്ഞനുമായിട്ടാണ് ഞാൻ ഇതെല്ലാം പ്രവർത്തിച്ചത്. That's what again he writing in verse 16. അതുകൊണ്ട് വീണ്ടും അദ്ദേഹം 16ാമത്തെ വാക്യത്തിൽ പറയാണ്, however for this reason I obtained mercy, that in me first Jesus Christ might show all long suffering and a pattern to those who are going to believe on him for everlasting life. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. Those who are believing the Lord Jesus Christ, they have eternal life. ആരാണോ യേശു കർത്താവിൽ വിശ്വസിക്കുന്നത് അവർക്ക് നിത്യജീവൻ ലഭിക്കും. Through his life was changed. He was witnessing for God before the man. Again, it's telling those who believe the Lord Jesus, they have eternal life. See, again, Paul was saying, those who believe
Lord Jesus Christ, they have eternal life. പൗലോസ് വീണ്ടും പറയാണ്, ആരാണ് യേശു കർത്താവിൽ വിശ്വസിക്കുന്നു അവർക്ക് നിത്യജീവനുണ്ട്. And also I obtained mercy from Jesus Christ. വീണ്ടും പറയാണ്, എനിക്ക് യേശു കർത്താവിൽ നിന്ന് കരുണ ലഭിച്ചു. Because of that also I have eternal life. അത് ആ കരുണ ലഭിച്ചത് കൊണ്ട് എനിക്ക് നിത്യജീവൻ കിട്ടുവാനിടയായി. Because my sins was washed by God Jesus. കാരണം പൗലോസ് പറയാണ്, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവായ യേശു കർത്താവിന്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിക്കാനായിട്ട് ഇടയായി. Because I am a persecutor of church before, but my sins are washed by Lord Jesus. പൗലോസ് പറയാണ്, ഞാൻ കർത്താവിനെ ഒരു കാലത്ത് ഞാൻ ഉപദ്രവിക്കുന്നവനായിരുന്നു, എന്നാൽ കർത്താവിനെ ഞാൻ അറിഞ്ഞപ്പോൾ കർത്താവ് തന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കാനായിട്ട് ഇടയായി. And also not only he washed my sins, now he given his life, eternal life for me also. അവന്റെ രക്തത്തെ എനിക്ക് വേണ്ടി തരുക മാത്രമല്ല, അവൻ നിത്യമായ ഒരു ജീവനും കൂടെ എനിക്ക് തരുവാനിടയായി. Amen. ആമേൻ. Again, we saw one more verse in Ephesians chapter 3 verse 8. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്കും കൂടെ നമുക്ക് നോക്കാം. To me, who am less than the least of all the things, this grace was given that I should preach among the Gentiles the unsearchable riches of Christ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 8-ാം വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. God gave grace to Paul to reveal the riches of Christ's glory. ആ ധനത്തെ ജാതികളോട് ജാതികളോട് പ്രസംഗിക്കുന്ന ദൈവം ആ ഒരു കൃപ പൗലോസിന് കൊടുത്തിരിക്കുകയാണ്. Because he in his life he experienced the God's mercy, God's grace, so he's proclaiming to the Gentiles. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയെ അദ്ദേഹം അനുഭവിച്ചത് കൊണ്ട് ആ കരുണയെ കുറിച്ച് ജാതികളോട് പറയണം. That's what God has called Paul. അതിനു വേണ്ടിയിട്ടാണ് ദൈവം പൗലോസിനെ വിളിച്ചത്. So now wherever he goes, he proclaims God. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടേക്ക് കടന്നു പോകുന്നു അവിടേക്കും ദൈവത്തെ കുറിച്ച് അദ്ദേഹം പറയും. Because he personally experienced Jesus Christ of God. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് വ്യക്തിപരമായിട്ട് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞതാണ് യേശു കർത്താവാണ് രക്ഷകൻ എന്നുള്ളത്. ആമേൻ. Let us see one more verse. 1 Timothy 2nd chapter. 1 തിമോത്തി 2-ാം അധ്യായത്തിൽ നിന്ന് From verse 4 onwards to 6. 4-ാമത്തെ വാക്യം മുതൽ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. See here now he wrote the second chapter, again he mentioning something is different. എന്നാൽ 2-ാമത്തെ അധ്യായത്തില് പൗലോസ് ഒരു വ്യത്യസ്തമായ ചില കാര്യങ്ങളെ ഇവിടെ പറയുവാനായിട്ടായി. See, God was desires all men to be saved. കാരണം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നാണ്. And also and to come to the knowledge of the truth. ആ സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക്, അല്ലെങ്കിൽ സത്യത്തെ കുറിച്ചുള്ള അറിവ് അവർക്ക് ലഭിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. Adding to that is telling there is only one God. അതിനോട് ചേർത്ത് പറയുകയാണ് ദൈവം ഒരുവനല്ലോ. And also we have one mediator. അടുത്ത പറയാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. Who is that? ആരാണത്? Christ Jesus. അത് യേശു കർത്താവാണ്. Who gave himself a ransom for all to testify in due time.
എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. So the Christ Jesus came to this world for the ransom of all the mankind. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. Because all men should be saved. കാരണം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം. There is only one God. എന്നാൽ അതേസമയം ഒരേ ഒരു ദൈവമേ ഉള്ളൂ. And also one mediator is Christ Jesus between God and men. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ കർത്താവായ യേശുക്രിസ്തു എന്ന ഒരേ ഒരു മധ്യസ്ഥനമേ ഉള്ളൂ. Paul was personally tasted the Lord God in his life. ഈ പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് ഇടയായി. So he proclaimed, wherever he go, he proclaimed Lord Jesus, the only God. He came to this world to save sinners. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടൊക്കെ കടന്നു പോകുമോ അവിടൊക്കെയും അദ്ദേഹം അത് യേശു കർത്താവാണ് പാപികൾക്ക് വേണ്ടി മരിച്ച് പാപികൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവമെന്ന് അവൻ എല്ലാവരോടും പറയുവാനായിട്ട് ഇടയായി. See, Lord Christ Jesus came to this world, died. On the third day, he rose again. Now he's seated to the right hand to the Father. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ മരിച്ച് മൂന്നാമത്തെ ദിവസം ഇവിടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് പിതാവിന്റെ വലതു ഭാഗത്തായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. Now he is the mediator between God and man. എന്നാൽ ഇന്ന് ആ യേശു കർത്താവ് മനുഷ്യർക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു മധ്യസ്ഥനായിട്ട് നിലകൊള്ളുന്നു. Those who are accepting the Lord Jesus Christ as a savior, personal savior in their life, now God is supporting that people. ആരാണോ യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചത് ആ വ്യക്തികൾക്ക് വേണ്ടി പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. Still caring for us. ഇന്നും നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. Because the word only one mediator between God and man is Christ Jesus. കാരണം അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ മാത്രം യേശു കർത്താവ് മാത്രം. Our God desires all men to be saved. കാരണം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കുന്നു. So we all personally experience the Lord Jesus in our life. നമ്മൾ എല്ലാവരും യേശു കർത്താവിനെ നമ്മുടെ സ്വന്തം രക്ഷാവായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. So like Paul, we also testify there is only one God is Christ Jesus. അതുപോലെ തന്നെ പൗലോസും തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ട് പറയുകയാണ് ഏക ദൈവമേ ഉള്ളൂ. So we have to also experience and also we should proclaim to everyone. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റുപറയും ഈ കർത്താവിനെ കുറിച്ച് അനേകരോട് പറയുകയും ചെയ്യാം. See, Christ Jesus came into the world to save sinners. Amen. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് പാപികളെ രക്ഷിക്കാനാണ്. You know how much we have sinned before. നമുക്കറിയാം നമ്മൾ ഈ യേശു കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ നമ്മളും പാപികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. Now also we are doing sin against God. ഇന്നും ഒരുപക്ഷെ നമ്മൾ ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. Still God's mercy is upon us. എന്നാൽ ഇത് ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലുണ്ട്. Still before God and when Jesus the mediator for us still was pleading for us. എന്നാൽ ഇന്ന് പിതാവിന്റെയും മനുഷ്യരുടെയും മധ്യത്തിൽ നമുക്ക് മധ്യസ്ഥനായിട്ട് നിന്ന് യേശു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Still we have to be saved. Still we have to be saved. ഇന്ന് നമ്മൾ രക്ഷ ഊർജിതമാക്കാനായിട്ട് ഇനി നമ്മുടെ ആ രക്ഷയെ നമ്മൾ സ്ഥിരപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് ഇന്നും പിതാവായ ദൈവം നമ്മുടെ അടുക്കൽ നിന്ന് പിതാവിന്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുകയാണ്. Because if we are sinning again means we will lose our eternity with God. കാരണം നമ്മൾ വീണ്ടും പാപം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യത നഷ്ടപ്പെടുക തന്നെ ചെയ്യും. So God Jesus came to this world for the mankind to save from sin and to live with him and ever. ദൈവം ഈ ലോകത്തിൽ വന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ മാത്രമല്ല യുഗായുഗവുമായി ദൈവത്തിന്റെ ഒപ്പം ജീവിക്കാനായിട്ട്. പക്ഷെ ആ ദൈവത്തെ നാം തള്ളിക്കളയുകയോ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുകയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ നിത്യതയിൽ എത്തുവാൻ കഴിയത്തില്ല. കർത്താവ് ഈ ലോകത്തിൽ വന്ന്
തന്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി ഒവ്വൊരു മനുഷ്യരുടെ പാപത്തിനും വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് മരണപ്പെട്ട് 3-ാം ദിവസം വീഴ്ത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്. പൗലോസ് മാറ്റെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റും. അവന്റെ വചനം സത്യം, ആ വചനം മാറ്റമില്ലാത്തത്, ഇന്നും എന്നും ജീവിക്കുന്ന ആ വചനമാണ്. അതുകൊണ്ട് ദൈവത്തിന് നാം എനിക്ക് എന്റെ ജീവിതം മാറുവാൻ പിതാവ് തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിൽ അയച്ച് അവൻ യാഗമായി കാൽവരി ക്രൂശിൽ നൽകിയെങ്കിൽ നാം എത്രത്തോളം ആ പിതാവിന് വേണ്ടി നാം ജീവിക്കണം. ദൈവം പൗലോസിനെ അവന്റെ ജീവിതം മാറിയ ശേഷം പൗലോസ് തൻ അന്ത്യം വരെ ആ ദൈവത്തിന് വേണ്ടി ജീവിച്ചതുപോലെ നിങ്ങൾ നാളും ആ ദൈവത്തിന് വേണ്ടി നാം ജീവിക്കണം. നമ്മുടെ ആവശ്യം മാത്രം നമ്മൾ കർത്താവിനെ അന്വേഷിക്കാനല്ല, ആവശ്യം അപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. നാം ഈ ലോകത്തിൽ ഏറിയാൽ 50, 60 അല്ലെങ്കിൽ കൂടുതൽ 70, 80 വർഷം, ചിലപ്പോൾ 100 വയസ്സായിരിക്കാം. പക്ഷേ അതിനുശേഷം നമുക്കൊരു ജീവിതമുണ്ട്. നമ്മള് ആത്മാ, ഈ ശരീരം മരിക്കുമെങ്കിൽ ഈ ശരീരം മണ്ണിലോട്ട് പോകും. പക്ഷേ എന്റെ ആത്മാ, എന്റെ ജീവൻ എന്നെ മെനഞ്ഞവന്റെ അടുക്കൽ പോകണം. അതിന് ഏക വഴി കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവനാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലൂടെ പിതാവിന്റെ അടുക്കൽ പോകുവാൻ കഴിയും. നമുക്ക് ദൈവത്തോട് യുഗായുഗമായി വാഴുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം.